السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين وعلى من اتبعهم بإحسان إلى يوم الدين أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. ആദരണീയനായ അധ്യക്ഷൻ ഹുസൈൻ കാവനൂർ, ആദരണീയനായ ചെയർമാൻ നാസർ സാഹിബ്, സദസ്സിലും സ്റ്റേജിലുമുള്ള എൻ്റെ സഹപ്രവർത്തകന്മാരെ, പണ്ഡിതന്മാരെ, അധ്യാപിക സഹോദരീ സഹോദരന്മാരെ, മദ്രസാ പ്രസ്ഥാനത്തിൽ കൂടി നവോത്ഥാനം കൈവരിച്ചതിൻ്റെ സൂചനകളും തലക്കെട്ടുകളുമാണ് നമ്മളിവിടെ കേട്ടത്. അറിവിൽ കൂടി മനുഷ്യ സമൂഹത്തിനും രാജ്യത്തിനും കാവലാകാം എന്ന പ്രമേയത്തോടുകൂടി നമ്മളിവിടെ ഒരുമിച്ച് കൂടിയപ്പോൾ ഒരു ചരിത്രത്തിൻ്റെ, പ്രത്യേകിച്ചും മലബാറിൻ്റെ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന മണ്ണുകൂടിയാണിത് എന്ന് ബഹുമാന്യനായ മുജീബിൻ്റെ കഴിഞ്ഞകാല മദ്രസാ നവോത്ഥാനത്തിൻ്റെ ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്ന സംസാരം കേട്ടപ്പോൾ ഓർമ്മ വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം മുതൽ തന്നെ ഇസ്ലാമിൻ്റെ വെളിച്ചം വരികയും അത് പ്രയോഗവൽക്കരിക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല, മുസ്ലിങ്ങൾക്കും രാജ്യത്തിനും നവോത്ഥാനത്തിന് കാരണമായിട്ടുള്ള ഒരുപാട് ചരിത്രം നമ്മളീ ചവിട്ടി വന്ന മണൽത്തരികൾ വിളിച്ചു പറയുന്ന പന്തലായിനിയുടെയും അതുപോലെ തന്നെ കൊല്ലം കൊയിലാണ്ടി തുടങ്ങിയിട്ടുള്ള ചീനവലയും ചീനച്ചട്ടിയും ചീനപ്പട്ടുമെല്ലാം നമുക്ക് നിങ്ങൾക്കറിയുമില്ലെങ്കിലും നമ്മുടെയൊക്കെ വല്യമ്മമാർക്കും വല്യപ്പമാർക്കും പരിചയമുണ്ടായിരുന്ന ചീനവെടിയും ചീനവിളക്കും ചീനച്ചട്ടിയും ചീനക്കലവും ഒക്കെ മലബാറിന് പരിചയപ്പെടുത്തിയ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ചൈനീസ് കച്ചവടക്കാർ ഇവിടെ വന്ന് അവരുടെ വ്യാപാരത്തോടൊപ്പം സംസ്കാരം വളർത്തിയെടുക്കുകയും അതിനുശേഷം പിന്നീട് ഇസ്ലാമിക സംസ്കാരത്തിൻ്റെ താവളമായി മാറുകയും ചെയ്ത പ്രദേശത്താണ് ചരിത്രം ചികഞ്ഞുകൊണ്ട് നവോത്ഥാനത്തെ നമ്മൾ ചിന്തിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വസ്തുതയുണ്ട്. മൗലാന ചാലിലകത്ത് അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങളായ ഇവിടെ കേട്ടവരും അല്ലാത്തവരുമായ നമ്മുടെ ഗുരുനാഥന്മാരുടെ ഗുരുനാഥന്മാർ, കേരളത്തിൻ്റെ നവോത്ഥാന നായകന്മാർ, നവോത്ഥാനത്തിന് തുടക്കം കുറിച്ച കാലത്ത് കേരളക്കാർക്കതൊരാവശ്യമായിരുന്നു. ഭൂവുടമകളുടെ വെള്ളം കോരികളും വിറകുപെട്ടികളുമായി ജീവിക്കുന്ന ഞങ്ങൾ യഥാർത്ഥത്തിൽ ഷഹാദത്ത് കലിമയുടെ ഇസ്സത്ത് ഉയർത്തിപ്പിടിക്കേണ്ടവരാണെന്ന ഉള്ള മനസ്സിൻ്റെ ഉള്ളിലെ ആഗ്രഹം സാക്ഷാത്കരിക്കാതെ ഉയരണം, വളരണം എന്ന് ചിന്തിക്കുന്ന മാപ്പിളക്കാക്കന്മാർക്ക് മുമ്പിലാണ് ചാലിലകത്ത് നവോത്ഥാനത്തിൻ്റെ വിത്ത് കൊളുത്തിയത്. അതിന് വെളിച്ചമുണ്ടായി, പെട്ടെന്ന് വെളിച്ചമുണ്ടായി. കൂരിരുട്ടത്ത് ഒരു ചെറിയ മെഴുകുതിരിയെങ്കിലും, മെലിഞ്ഞ മെഴുകുതിരിയെങ്കിലും കത്തിച്ചാൽ അതൊരു നിയോൺ ബൾബിൻ്റെ വെളിച്ചമായി തോന്നുന്നത് പോലെ
ആവശ്യക്കാരായി ആളുകൾ ആഗ്രഹിച്ച് നിൽക്കുന്ന ജാഹിലിയത്തിൻ്റെ കാലഘട്ടത്തിൽ നവോത്ഥാനം തുടങ്ങി വെച്ചപ്പോൾ പെട്ടെന്നത് കത്തിപ്പടർന്ന് ഇന്ത്യ രാജ്യത്തിൻ്റെ പല ഭാഗത്തേക്കും എത്തി വെളിച്ചം വീശി എന്ന് വേണം പറയാൻ. കേരളത്തിലെ ആ നവോത്ഥാനത്തിൻ്റെ വെളിച്ചം അന്നത്തെ സൗദി രാജാക്കന്മാർക്ക് പോലും വെളിച്ചമായിരുന്നു. KM മൗലവിയുടെ എഴുത്തുകളും മാർഗനിർദ്ദേശങ്ങളും എന്നത് ചരിത്രത്തിൻ്റെ വേറൊരു വരികളിൽ കൂടി നവോത്ഥാനത്തിൻ്റെ വിദേശയാത്രയെ എന്ന ചരിത്രത്തിൻ്റെ തലക്കെട്ടിൽ നമ്മൾ വായിക്കേണ്ടതാണ്. ഞാൻ പറയുന്നത് അങ്ങനെയുള്ളൊരു കാലഘട്ടം കഴിഞ്ഞുപോയി. ഇന്ന് ആ നവോത്ഥാനത്തിൻ്റെ പുനർവായനയോ അതല്ലെങ്കിൽ പുതിയ ആവർത്തനമോ നമ്മൾ നടത്തുമ്പോൾ ഒരു ഇസ്സത്ത് വേണം എന്ന് ചിന്തിക്കുന്ന മനുഷ്യർ നഷ്ടപ്പെട്ട കാലത്താണ് നമ്മളുള്ളത്. വെളിച്ചം കിട്ടി എന്ന് വിചാരിക്കുന്ന കാലത്താണ് നമ്മളുള്ളത്. ഒരുപാട് സംഘടനകളും ഒരുപാട് സംസ്കാരങ്ങളും ഒരുപാട് പ്രത്യയശാസ്ത്രങ്ങളും മനുഷ്യനെ മയക്കിക്കടത്തി ഇനി ഇത് മതി എന്ന് ചിന്തിക്കുന്ന ആളിൻ്റെ മുമ്പിൽ ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചാൽ പോരാ, വലിയ ബൾബുകൾ തന്നെ കത്തിച്ച് വെക്കണം എന്നാലേ ഉള്ളൂ. അന്ന് ഒരു വാഴക്കാട് ഒരു മൂലയിൽ ഇന്നും ഒരു കാട്ടുമൂല പോലെ തോന്നുന്ന അത്രയൊന്നും നാഗരികത ഇന്നും കാണാത്ത ഒരു നൂറ്റാണ്ട് മുമ്പ് അപ്പോൾ എത്രയായിരിക്കും, അവിടെ ബോർഡിന്മേൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചോക്ക് കൊണ്ട് എഴുതിയപ്പോൾ കേരളത്തിൽ അതൊരു വലിയ വിപ്ലവമായി. ഇന്ന് നമ്മൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് അങ്ങാടിയിൽ കൂടി വിളിച്ചു പറഞ്ഞാലും അതിനെ എതിർക്കാൻ മാത്രം മുസ്ലിങ്ങൾ വളർന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. രക്ഷിതാക്കൾ വളർന്ന ഒരു കാലഘട്ടത്തിലാണുള്ളത്. എന്തിന് മദ്രസ പഠിപ്പിക്കണം എന്ന് ചിന്തിക്കുന്ന മുസ്ലിം രക്ഷിതാക്കൾ, മദ്രസാ പ്രസ്ഥാനത്തിനോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന നവോത്ഥാനത്തിൻ്റെ പിൻഗാമികളായ ഉമ്മമാരും ഉപ്പമാരും ജീവിച്ചിരിക്കുന്ന ആൾ പറയുമല്ലോ എന്ന് കരുതി മദ്രസയിലേക്ക് പറഞ്ഞേക്കണമല്ലോ എന്ന് മാത്രം ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നവോത്ഥാനത്തിൻ്റെ മറുവശമാണ്. ഈ ജനങ്ങളുടെ മുമ്പിൽ മെഴുകുതിരി പോരാ, മദ്രസയിൽ കൂടി വലിയ ബൾബ് തന്നെ കത്തിച്ച് വെക്കണമെങ്കിൽ ഈ നവോത്ഥാനം വലുതാവണം. സഹോദരങ്ങളെ, വിശ്വാസ്യത നഷ്ടപ്പെട്ട, മാതൃക നഷ്ടപ്പെട്ട ഒരു കാലം നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നു. നമുക്ക് എവിടെയും വിശ്വാസ്യതയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, അമാനത്ത് നഷ്ടപ്പെടുകയും അങ്ങനെ അവസാനം ജനങ്ങൾ അമാനത്ത് എവിടെയാണെന്ന് തിരഞ്ഞു നടക്കുകയും ഏതോ നാട്ടിൻ്റെ ഒരു മുക്കുമൂലയിൽ അമാനത്തുള്ള വിശ്വാസ്യതയുള്ള ഒരു മനുഷ്യൻ ആരുമറിയാതെ ഇരിക്കുന്നുണ്ടെന്ന് ചെല്ലുമ്പോൾ അദ്ദേഹത്തെ കാണാനും അമാനത്ത് കിട്ടാൻ വല്ലതുമുണ്ടോ, വിശ്വാസ്യത, ആ ഒരു വിശ്വാസ്യതയുടെ തെളിനീര് കിട്ടാൻ വേണ്ടി അദ്ദേഹത്തെ തിരഞ്ഞു ചെല്ലു നോക്കുമ്പോൾ വലൈസ ഫീ ഖൽബിഹി മിസ്ഖാലു ദർറത്തിൻ മിനൽ ഈമാൻ, ഈമാനിൻ്റെ അണുവളവ് പോലും അമാനത്തുണ്ടെന്ന് ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നവൻ്റെ കയ്യിലില്ല എന്ന് തോന്നുന്ന ഒരു കാലഘട്ടം വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് തുഖ്ബലുൽ അമാന എന്ന ആ ഹദീസിൻ്റെ തുടക്കം ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ 99% ആളുകൾക്കും അറിയാം. വിശ്വാസ്യതയുണ്ട്, സമാധാനമുണ്ട്, നീതി കിട്ടും, ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടും, രാഷ്ട്രീയ പരിഹാരം കിട്ടും, അല്ലെങ്കിൽ നിയമപരിഹാരം കിട്ടും, നിയമപരമായ നീതി കിട്ടും എന്നൊക്കെ വിചാരിക്കുന്ന കേന്ദ്രങ്ങളിൽ നിന്ന് പോലും അമാനത്ത് നഷ്ടപ്പെട്ട് കൊടുങ്കൊള്ള നടത്തുന്ന ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകളാണ് നമ്മൾ. ആ സമയത്താണ് മദ്രസാ പ്രസ്ഥാനത്തിൽ കൂടി നമ്മുടെ മക്കൾക്ക് നാളെ അതിജീവന ശേഷി നൽകുന്ന ഈമാനിൻ്റെയും ഇസ്ലാമിൻ്റെയും അമാനത്ത് പഠിപ്പിച്ചു കൊടുക്കാൻ നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഏൽപ്പിക്കപ്പെട്ട് തലയിൽ വെച്ച് കെട്ടിയതാണ്. ഒരുപക്ഷെ ഈ ഇരിക്കുന്ന ഭൂരിപക്ഷം പേരും മദ്രസ ജീവനക്കാർ, അതിൽ പഠിപ്പിക്കുന്നവരാണെങ്കിലും അത് കൊണ്ടു നടക്കുന്നവരാണെങ്കിലും ഈ ഒരു ബാധ്യത ആകാശങ്ങളും ഭൂമിയും പോലും ഏറ്റെടുക്കാത്ത ബാധ്യത നമ്മൾ കെട്ടിയേൽപ്പിക്കപ്പെട്ടതാണ്. ഇന്ന അറദിനൽ അമാന
അലസ്സമാവാതി വൽ അർള് വൽ ജിബാൽ ഫഅബൈന അൻ യഹ്മിലഹ വഹമലഹൽ ഇൻസാൻ. നമ്മൾ ഏൽക്കേണ്ടി വന്നതാണ്. അത്രമാത്രം അമാനത്താണ് ഇന്ന് ദീനീ പ്രബോധനം നടത്തുക, ദീന് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക, ദീന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നത് അത്ര വലിയ ഒരമാനത്താണ്. ആ അമാനത്ത് നമ്മൾ ഏറ്റെടുക്കുമ്പോൾ മദ്രസയിലെ പൊട്ടിപ്പൊളിഞ്ഞ സ്റ്റൂളോ അല്ലെങ്കിൽ കേടുവന്ന് ആണിയിളകിയ മദ്രസയിലെ കസേരയിലോ ഇരിക്കുമ്പോൾ നാം മനസ്സിലാക്കണം, ഈ കസേരയിൽ ആദ്യം ഇരുന്നത് അമ്പിയാക്കന്മാരാണ്, അവസാനം ഇരുന്നത് അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഇതിലിരുന്നു കൊണ്ടാണ് ഈ അധ്യാപനം എന്ന ഈ ഒരു ഉത്തരവാദിത്തം നിങ്ങൾക്ക് ഭാരമാകും, വലിയ അപകടകമാകും എന്ന് ജനങ്ങളോട് നമ്മളോട് പറഞ്ഞു തന്നത്. അള്ളാഹുവിങ്കൽ നിന്ന് മീസാഖുൻ ഗലീദ്, ഒരു കടുകൊടുത്ത കരാറ് വാങ്ങിക്കൊണ്ട് അവർ ഈ പ്രസ്ഥാനത്തിലേക്ക്, ഈ രംഗത്തേക്ക് വന്നപ്പോൾ ജനങ്ങളെ പഠിപ്പിക്കാനും യുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ എന്ന പ്രവാചകന്മാരെ അള്ളാഹു ഏൽപ്പിച്ച ഏറ്റവും വലിയ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ വേണ്ടി അവർ വന്നപ്പോൾ അള്ളാഹുവിങ്കൽ നിന്ന് പൊട്ടിപ്പോകാത്ത ഒരു കരാറ് വാങ്ങിക്കൊണ്ടാണ് പ്രവാചകന്മാർ വന്നത്. നിങ്ങൾക്കൊക്കെ അത് അറിയാം. മീസാഖുൻ ഗലീദ് എന്നാണ് ആ കരാറിനെ അള്ളാഹു തആല പറഞ്ഞത്. അതേ മീസാഖുൻ ഗലീദ് തന്നെയാണ് ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്യുമ്പോൾ ആ വരൻ ഏറ്റെടുക്കുന്നതെന്നും ഖുർആൻ നമ്മളെ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മീസാഖുൻ ഗലീദുമായി ഈ മദ്രസ എന്ന കുട്ടികളെ, അടുത്ത തലമുറയെ ദീനുള്ള ബോധമുള്ള പടച്ചവനെ പേടിയുള്ള ആളുകളാക്കി വളർത്തിയെടുക്കുക എന്ന സംവിധാനങ്ങൾ മാറി, ക്ലാസ് റൂമുകളും അതിൻ്റെ പഠന ഉപകരണങ്ങളും പഠന രീതികളും മാറി എന്നതൊഴിച്ചാൽ പ്രവാചകൻ മദീനപ്പള്ളിയിൽ ആരംഭിച്ചത് എന്താണോ അതുതന്നെയാണ് ഇവിടെ നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന മീസാഖുൻ ഗലീദ്. ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീല, താങ്കളുടെ മേൽ റസൂലേ ഞാൻ ഭാരിച്ച ഉത്തരവാദിത്തം തലയുടെ മേൽ നൽകുന്നുണ്ട്, നിങ്ങൾക്ക് നൽകുന്നുണ്ടെന്ന് അല്ലാഹു തആല പഠിപ്പിച്ച ആ ഭാരിച്ച ഉത്തരവാദിത്തമാണ് കമ്മിറ്റിക്കാരോ സംഘടനയോ അല്ലെങ്കിൽ നമ്മുടെ സ്വയം മനസ്സുകൊണ്ടോ നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് മദ്രസാ പ്രസ്ഥാനത്തേക്ക് കയറി വന്നത്. അപ്പോൾ നമ്മൾ വേണ്ടത് എന്താണ്, എനിക്കിവിടെ നിർവഹിക്കാനുള്ള പ്രത്യേകത എന്നാണ്. വിദ്യാഭ്യാസപരമായ വലിയ കണ്ടെത്തലുകൾ, ലോകത്ത് ഏറ്റവും കൂടുതൽ നവോത്ഥാനം, അതായത് സമൂഹത്തിൻ്റെ ആ ഒരു വ്യവസായ വിപ്ലവത്തിൻ്റെ ശേഷം എല്ലാ രംഗത്തും മാറ്റമുണ്ടായപ്പോൾ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാക്കിയ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ, ബുദ്ധിജീവികൾ ചിന്തിച്ചതും കണ്ടുപിടിച്ചതും ആയ കണ്ടുപിടുത്തങ്ങളിൽ ഏറ്റവും പ്രധാനമായി അവർ ഊന്നിയത് വിദ്യാഭ്യാസ മേഖലയിലാണ്. എഞ്ചിനീയറിങ്ങും മെഡിസിനും IT-യും ഇതൊക്കെ സാക്ഷാത്കരിക്കണമെങ്കിൽ, അതിൽ കൂടി കണ്ടുപിടുത്തങ്ങളിൽ കൂടി നാഗരികത ഉണ്ടാവണമെങ്കിൽ അറിവ് വേണം. അതുകൊണ്ട് അറിവിലാണ് ഏറ്റവും കൂടുതൽ ഗവേഷണങ്ങൾ നടന്നത്, പുതിയ കണ്ടെത്തലുകൾ നടന്നത്. ഈ കണ്ടെത്തലുകളുടെ ഫലമായിട്ടാണ് ഗതകാല ജീവിതത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖലകളിൽ ഒരുപാട് ചിന്തകൾ, ഒരുപാട് രീതികൾ, ഒരുപാട് സമീപനങ്ങൾ, വിദ്യാഭ്യാസപരമായ സ്ട്രാറ്റജികൾ എന്ന് പറയുന്ന നയങ്ങളും നയതന്ത്രങ്ങളുമൊക്കെ വിദ്യാഭ്യാസ രംഗത്ത് ഇന്ന് ആധുനിക ലോകം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെയൊക്കെ കുറേ ഭാഗം നമ്മുടെ കോളേജുകളിലും സ്കൂളുകളിലുമൊക്കെ നടക്കുന്നുണ്ട്. ഈ സ്ട്രാറ്റജികളും കണ്ടുപിടുത്തങ്ങളുമൊക്കെ ശാന്തമായിരുന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ അന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീന പള്ളിയിലും പരിസരങ്ങളിലും ഇരുന്ന് നടത്തിയ സ്ട്രാറ്റജികൾ, അദ്ദേഹം ചെയ്ത നയങ്ങൾ, അദ്ദേഹം പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്ന രീതികളിൽ നിന്ന് വ്യത്യസ്തമല്ലെന്നും ഇതിനേക്കാളും ഉയർന്ന വിദ്യാഭ്യാസ രീതികളും പഠന രീതികളും അധ്യാപന രീതികളും തന്ത്രങ്ങളും സ്ട്രാറ്റജികളുമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ജീവിതത്തിൽ പഠിപ്പിച്ചത് എന്നും നമുക്ക് ഹദീസുകളിലും ഖുർആനിലും കൂടി പരിശോധിച്ച് നോക്കിയാൽ അറിയാം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഇന്നല്ലാഹ ലം യബ്അസ്നി മുഅന്നിതൻ വലാ മുതഅന്നിതൻ. ഞാൻ ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. ഞാൻ പഠിപ്പിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു പഠനവും ഞാൻ നടത്തുന്നില്ല, ഒരു അധ്യാപനവും നടത്തുന്നില്ല. നിങ്ങളുടെ പ്രകൃതിയെ,
നിങ്ങളുടെ നേച്ചർ, അള്ളാഹു നിങ്ങളെ സൃഷ്ടിച്ചത്, മനുഷ്യനെ സൃഷ്ടിച്ച ഏതൊരു പ്രകൃതിയിലാണോ ആ പ്രകൃതിയെ പരിപോഷിപ്പിച്ച് വളർത്തിയെടുക്കുക എന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒലാ മുതഅന്നിതൻ, അതല്ലെങ്കിൽ മറ്റുള്ളവരുടെ മേൽ എന്തെങ്കിലും കഴിയാത്ത കാര്യങ്ങൾ കെട്ടിയേൽപ്പിച്ചുകൊണ്ട് നിങ്ങളെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നവനായിട്ടല്ല ഞാനൊരു അധ്യാപകനായോ പ്രവാചകനായോ നിങ്ങളിലേക്ക് വന്നത്. വലാക്കിൻ ബഅസനി മുഅല്ലിമൻ മുയസ്സിറ, നിങ്ങളുടെ ജീവിത പ്രകൃതം എന്താണോ ആ പ്രകൃതത്തെ കണ്ടറിഞ്ഞ് ആ പ്രകൃതത്തെ വളർത്തിയെടുത്ത് വലുതാക്കിയെടുത്ത് നിങ്ങളെ നല്ലൊരു കുട്ടിയാക്കി നല്ലൊരു മനുഷ്യനാക്കി വളർത്താനാണ് വന്നതെന്ന പ്രവാചകൻ്റെ ആ വചനത്തിൻ്റെ ഉള്ളിൽ ആധുനിക വിദ്യാഭ്യാസം എന്താണോ കുട്ടികളുടെ പ്രകൃതം മനസ്സിലാക്കിക്കൊണ്ട് കുട്ടികളുടെ ജീവിത മനസ്സ് മനസ്സിലാക്കിക്കൊണ്ട് എങ്ങനെയാണോ പഠിപ്പിക്കേണ്ടതെന്നതിലെ ഏറ്റവും വലിയ പ്രഖ്യാപനമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഈ ഹദീസിൽ കൂടി നമുക്ക് മനസ്സിലാകുന്നത്. നമുക്ക് ഓരോ രംഗങ്ങളിലും ഒരു അധ്യാപകൻ എന്ന നിലക്ക്, കുട്ടികളെ പരിശീലിപ്പിച്ചെടുക്കുന്ന ഒരു പരിശീലകൻ എന്ന നിലക്ക്, കുട്ടികൾക്ക് മാർഗദർശനം ചെയ്യുന്ന, നല്ലതിലേക്ക് മാർഗദർശനം ചെയ്യുന്ന ഒരു മാർഗദർശി എന്ന നിലക്ക്, കുട്ടികളുടെ നയങ്ങളും കുട്ടികളുടെ ചലനങ്ങളും നിരീക്ഷിച്ചുകൊണ്ട് തെറ്റുകൾ തിരുത്തുന്ന ഒരു നിരീക്ഷകൻ എന്ന നിലക്ക്, കുട്ടികളുടെ നന്മയ്ക്ക് സാക്ഷിയായി അവരോടുകൂടി ജീവിക്കുന്ന ഒരാളെന്ന നിലക്ക് പ്രവാചകൻ്റെ അധ്യാപന രീതിയിൽ എത്രമാത്രം ഗുണകരമായ മാതൃകകൾ നമുക്കുണ്ടെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. അറാബി വന്ന്, വിവരം കെട്ട വധു വന്ന് പള്ളിയിൽ മൂത്രമൊഴിക്കുന്നു. നബിയുടെ മുമ്പിലൊക്കെ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ അള്ളാഹുവിൻ്റെ പള്ളിയിലെന്ന് വിചാരിച്ചുകൊണ്ട് സഹാബികൾ കണ്ണുരുട്ടുന്നു. എന്തടാ നീ ചെയ്യുന്നത്? കണ്ണുരുട്ടുന്നു. വിവരം കെട്ട അറാബിൻ്റെ മനസ്സിൽ ഒരുപക്ഷെ നിരപരാധിയാണ് അദ്ദേഹം. ഇതേക്ക് അറിഞ്ഞുകൂടാ എന്താണ് ഞാൻ ചെയ്യുന്നത്, അതിൻ്റെ തെറ്റെന്താണ്, എത്ര ഗൗരവമാണെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, നോ, ഒരിക്കലും നിങ്ങൾ അദ്ദേഹത്തെ കണ്ണുരുട്ടി വേദനിപ്പിക്കരുത്, അദ്ദേഹത്തെ നിങ്ങൾ ഭയപ്പെടുത്തരുത്. എന്നിട്ടോ ദഊഹു, അദ്ദേഹത്തെ വിട്, വിവരമില്ലാത്ത മനുഷ്യനാ, വിട് അദ്ദേഹം. വഅരീഖു അലാ ബൗലിഹി സജ്ലം മിൻ മാഇൻ, നിങ്ങൾ കൊണ്ടുവന്ന് ഇറങ്ങിപ്പോയി ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവന്ന് ആ മൂത്രം വൃത്തിയാക്കി നിങ്ങൾ. കാരണം ഫഇന്നമാ ബുഇസ്തും മുയസ്സിരീൻ വലം തുബ്അസു മുഅസ്സിരീൻ, പ്രയാസമുണ്ടാക്കാനല്ല നിങ്ങൾ നിയോഗിക്കപ്പെട്ടത്, നിങ്ങൾ ജനങ്ങൾക്ക് എളുപ്പമുണ്ടാക്കാനാണ്. എത്രമാത്രം വിദ്യാഭ്യാസത്തിൻ്റെ അറിവിൻ്റെ ക്ലാസ് മുറികളിൽ ബഹളം കൂട്ടുന്ന കുട്ടികളുടെ മുമ്പിൽ ഒരു അധ്യാപകൻ എങ്ങനെയായിരിക്കണമെന്നുള്ള ഒരു മാതൃക പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് നൽകിയിട്ടുണ്ട്. അറിവില്ലാത്ത കാലത്ത് ഇസ്ലാമിലേക്ക് വന്ന് നമസ്കരിക്കണമെന്നോ എന്ന് കരുതി ഓടിക്കരച്ച് ജമാഅത്തിൽ വന്ന് സ്വഫിൽ നിന്നുകൊണ്ട് നമസ്കരിക്കുന്ന ഒരു മനുഷ്യന്, അറിഞ്ഞ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്തണം എന്ന് ചിന്തിച്ചൊരു മനുഷ്യൻ ആരോ തുമ്മുന്നു, അൽഹംദുലില്ലാ എന്ന് പറയുന്നു, ഇദ്ദേഹം യർഹമുക്കല്ലാ എന്ന് പറയുന്നു. നിസ്കാരം കഴിഞ്ഞ് എല്ലാവരും അയാളെ തുറച്ചു നോക്കും. നിസ്കരിക്കുമ്പോഴാണ് എൻ്റെ ഒരു യർഹമുക്കല്ലാ, അത് നബി അങ്ങനെ പഠിപ്പിച്ചിട്ടില്ലല്ലോ. നിസ്കരിക്കുമ്പോൾ നമുക്ക് ഫാത്തിഹയും സൂറത്തൊക്കെ അല്ലേ ഓതേണ്ടത്, എന്താണ് യർഹമുക്കല്ലാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിഞ്ഞു നോക്കിയിട്ട് പറയുന്നു, വാ. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, മാ കഹറനി ഒമാ ശത്തമനി ഒമാ ആത്തവനി. റസൂൽ എന്നെ വിളിച്ച് പറഞ്ഞു, നീ അങ്ങനെ ഇറാമുക്കല്ല ചെല്ലാൻ പാടുണ്ടോ? എനിക്കറിയില്ല, ഇത് പറഞ്ഞില്ല, എന്നെ ചീത്ത വിളിച്ചില്ല, എന്നെ ഒന്നും നബി വിഷമമുണ്ടാക്കുന്ന ഒന്നും എന്നോട് പറഞ്ഞില്ല. ഒറ്റ വാക്ക് മാത്രം പറഞ്ഞു, മോനെ ഇത് നമസ്കാരമാണ്, ഇത് ആൾക്കാരുടെ വർത്താനം നമ്മുടെ പാടില്ല കേട്ടോ, നമുക്ക് ദിക്റും തസ്ബീഹും ഒക്കെ ഉണ്ടല്ലോ, അതാണ് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ മനുഷ്യനെ മാറ്റിയെടുക്കുന്ന ആ ഒരു സന്ദർഭം മുആവിയത്ത് ബിനുൽ ഹക്കം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ചരിത്രത്തിൽ കാണാം. അപ്പോൾ ഒരു സമീപനം, നമ്മുടെ ക്ലാസ് മുറികളിലെ സമീപനം പ്രവാചകൻ നമ്മളെ കൃത്യമായി അതന്നെയാണ് ഇന്നത്തെ ആധുനിക വിദ്യാഭ്യാസ മനഃശാസ്ത്രവും അതിൻ്റെയൊക്കെ ആകത്തുകയും ജനങ്ങൾക്ക് പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. കുട്ടികളുടെ മാനസികാവസ്ഥ കണ്ട് ക്ലാസ് മുറിയിലേക്ക് കയറി ചൊല്ലുക എന്നതാണ്. അദ്ദേഹം തന്നെ പിന്നീട് പറയുന്നുണ്ട്, വല്ലാഹി മാ റഅയ്തു മുഅല്ലിമൻ, അള്ളാഹുവിനെ തന്നെയാണ് സത്യം, ഞാൻ അദ്ദേഹത്തെ പോലെയുള്ള ഒരു ടീച്ചറെ, ഒരു ഗുരുനാഥനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അത്രമാത്രം നല്ല ഒരു പഠനമാണ് അദ്ദേഹം എനിക്ക് നൽകിയതെന്ന്.
ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ഖുറൈശികളിൽ മുസ്ലിങ്ങളായിട്ടുള്ള തറവാട്ടുകാരിൽ പോലും ഞാനൊരു മോശക്കാരനാണ്, ഒരു അടിമയാണ്, ഒരു കറുകറുത്ത അടിമയാണെന്ന് ചിന്തിച്ച ആ ഒരു എന്താണ് ഒരു ഒരു പിന്നെ മോശപ്പെട്ട, ഞാൻ കൊള്ളരുതാത്തവനാണെന്ന ചിന്തയോടുകൂടി നടന്നിരുന്ന ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിടിച്ച് പൊക്കിപ്പിടിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ബിലാൽ റഅയ്തു ദഫ്ഫനഅലൈക ഫിൽ ജന്ന, എൻ്റെ മുമ്പിൽ നീ കാലടിച്ച് ചെരുപ്പിട്ട് നടക്കുന്ന ഒച്ച കേട്ടല്ലോ ബിലാലെ. അതായത് സ്വയം അപകർഷതയിൽ ജീവിക്കുന്ന ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകൻ നല്ല വാക്കുകൾ കൊണ്ട് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഉയർത്തിപ്പിടിക്കുകയാണ്. ഞാൻ എൻ്റെ ദഫ്ഫുനായിലെ ചെരുപ്പിൻ്റെ ഒച്ച കേൾക്കുന്നു സ്വർഗത്തിൽ ബിലാലെ. എത്രമാത്രം ബിലാൽ റളിയല്ലാഹു അൻഹു ഉയർന്നു. പക്ഷേ അയാൾ അഹങ്കരിച്ചില്ല. പ്രവാചകൻ്റെ ആ വ്യക്തിത്വ സമീപനം നമ്മളെ ക്ലാസ് മുറിയിലുണ്ടാകും. ബിലാലുമാർ ഞാനൊന്നിനും കൊള്ളാത്തവരാണ്, എൻ്റെ കുപ്പായം കീറിയതാണ്, എൻ്റെ ഉപ്പ മരിച്ചിരിക്കുന്നു, ഓന് നല്ല കാറിലാണ് എൻ്റെ ഉപ്പ വരുന്നത്, ഞാൻ നടന്നു വരികയാണ്, ഞാൻ നാസ്തി കഴിച്ചിട്ടില്ല, ഓൻ ഭക്ഷണം കഴിച്ചതാണ്. അതൊക്കെ പറയുന്ന ബിലാലുമാർ അപകർഷതാബോധത്തോടുള്ള കുട്ടികളുണ്ടാകും. അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിടിച്ചു ഉയർത്തി. അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു അൻഹുവിനെ നബി ഉയർത്തി അബൂ ഉബൈദനെ അമീനുൽ ഉമ്മ, സമൂഹത്തിൻ്റെ അമീൻ, വിശ്വസ്തൻ എന്ന് ആളുകളെ കൊണ്ട് പറയിപ്പിക്കുന്ന ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ അബൂ ഉബൈദത്തിനെ വളർത്തിയെടുത്ത പ്രവാചകൻ്റെ സമീപനങ്ങൾ ആ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ അറിയാം എങ്ങനെയാണ് അമീനുൽ ഉമ്മ അദ്ദേഹത്തിന് പേര് വന്നത് എന്ന്. ഇവിടെ നീട്ടിപ്പറയാൻ സമയമില്ല. അപ്പോൾ പറയുന്നത്, നമ്മളെ ക്ലാസ് റൂമുകളിലെ നമ്മുടെ മുമ്പിലുള്ള കുട്ടികളെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. തെറ്റ് ചെയ്യുന്നവരും അല്ലാത്തവരുമായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പ്രവാചകൻ്റെ ഓമനക്കുട്ടിയായിരുന്നു. പക്ഷേ ചില കുറവുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അബ്ദുള്ള നല്ല കുട്ടിയാണ് നമ്മളെ ആവുള്ള നല്ല കുട്ടിയാണ്. നമ്മളൊക്കെ ഈ ഭാഗത്തൊക്കെ അങ്ങനെ പറയാം. അബ്ദുള്ള നല്ല കുട്ടിയാണ്. ലൗകാന യഖൂമു ഫില്ലയിൽ, രാത്രി ഒന്ന് നിസ്കരിച്ചാലും കൂടി, ഒരു നിസ്കാരം കൂടി മിനല്ലയിൽ, രാത്രിയിൽ കുറച്ച് നേരം നിസ്കരിച്ചും കൂടി ചെയ്താൽ ഉഷാറാകുമായിരുന്നു. ആ ഒരു വാക്ക് നോക്കൂ നിങ്ങൾ. എത്രമാത്രം ഒരു കുട്ടിയെ വളർത്തിയെടുക്കാനുള്ള പ്രവാചകൻ്റെ ആ സമീപന രീതി എത്രത്തോളം ഭംഗിയായിരുന്നു എന്ന് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ചരിത്രത്തിൽ കാണാം. അതുപോലെ തന്നെ ഓരോരോ രംഗങ്ങളിലും ജീവിതത്തിൽ നിന്നാണ് ജനങ്ങൾ പ്രവാചകനെ വയല് പറയുകയായിരുന്നില്ല. മണിക്കൂറുകൾ വെച്ച് ഉക്കാലച്ചന്തയിലും മിജിനയിലും ദിൽമജാസിലും പോയി വയല് പറഞ്ഞിട്ട് ജനങ്ങളെ തരിപ്പിൽ കയറ്റിയതല്ല പ്രവാചകൻ. നല്ല നല്ല വാക്കുകളിൽ കൂടി, നല്ല നല്ല സമീപനങ്ങളിൽ കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കുറച്ച് സഹാബിമാരും കൂടി നടന്നു പോവുകയാണ്. ചരിത്രത്തിൽ കാണാം, നടന്നു പോവുകയാണ്. അപ്പോൾ അവിടെ ഒരു ചത്ത ആട്ടുംകുട്ടി കിടക്കുന്നു. പെറ്റ ആട്ടുംകുട്ടിയാണ്, ചെറിയ കുട്ടി ചത്തിട്ടുണ്ട്, അതിൻ്റെ കാത് കീറിയിട്ടുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങോട്ട് പോയിട്ടൊന്ന് തിരിഞ്ഞു നിന്നു. ചത്ത ആട്ടുംകുട്ടി ഉണങ്ങിക്കടിച്ചിരിക്കുന്നു, വെയിലത്ത് കിടന്ന് ഉണങ്ങിക്കടിച്ചിരിക്കുന്നു. നബി അതിൻ്റെ കാതിൽ പിടിച്ചിട്ട് അങ്ങനെ തല ഉയർത്തി. ആർക്കെ വേണ്ടി? നബി അവരോട് ചോദിക്കുക, കൂടുള്ളവർ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ആട്ടുംകുട്ടീനെ വന്നു? ഒരു തമാശ. എന്ത് നബി, ഈ ചത്ത ആട്ടുംകുട്ടീനെ എന്തിനാണ് ഞങ്ങൾക്ക്? ജീവനുണ്ടെങ്കിൽ തന്നെ ആ ചെറിയ കുട്ടി ഒരു കുറച്ചുപോലും ഇറച്ചിയില്ലാത്ത പെറ്റ ചത്ത് ഉണങ്ങിക്കിടക്കുന്ന, അത് മാത്രമല്ല അതിൻ്റെ കാത് കീറിയിട്ടുണ്ട്, ജീവനുണ്ടെങ്കിൽ തന്നെ ഞങ്ങൾക്ക് അതിനെ വേണ്ട. എന്തിനാണ്? ഒരു ദിർഹം വന്നാൽ മതി, ഒരു ദിർഹമിന് നിങ്ങൾക്ക് വേണ്ട. ശരി നബി അവിടെ ഇട്ടു, വേണ്ടെങ്കിൽ വേണ്ട, നമ്മൾ പോവാ. പക്ഷേ ലല്ലാഹി ലദ്ദുന്യ ഫവല്ലാഹി ലദ്ദുന്യ അഹ്വനു അലൈഹി മിൻ ഹാദിഹി ഔ കമാ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി പറഞ്ഞു ആ കാര്യം എന്താണ്? അള്ളാനെ തന്നെയാണ് സത്യം എൻ്റെ സുഹൃത്തുക്കളെ. ഈ ചത്ത ആട്ടിൻകുട്ടി ഒരു ദിർഹമിന് പോലും, ഒരു ഉറുപ്പികക്ക് നിങ്ങൾക്ക് വേണ്ടാത്ത ഈ ആട്ടിൻകുട്ടിയേക്കാളും അള്ളാഹുവിൻ്റെ അടുക്കൽ നിസ്സാരമാണ് ഈ ദുനിയാവിന് വേണ്ടി കടിപിടി കൂടേണ്ട നിങ്ങൾ. ഒരു ഉറുപ്പികക്ക് വിലയില്ല എന്നവരെ പഠിപ്പിച്ചപ്പോൾ ദുനിയാവ് വേണ്ടാന്നല്ല, റബ്ബനാത്തിന ഫിദ്ദുന്യാ ഹസനാന്ന് ചെല്ലാൻ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച നബി പറഞ്ഞു, ദുനിയാവുമ്മൽ വേണ്ടി ആഖിറത്തിന് വിട്ട് കളിക്കേണ്ടതില്ല. ഒരു ഉറുപ്പികക്ക് വിലയില്ലാത്ത ഈ കാത് കീറിയ ആട്ടിൻകുട്ടിയേക്കാളും നിസ്സാരമാണെന്ന് പറഞ്ഞപ്പോൾ ജീവിതത്തിൻ്റെ മൊത്തം കാഴ്ചപ്പാട് ഒരൊറ്റ ആട്ടിൻകുട്ടിയെ കയ്യിലെടുത്തുകൊണ്ട് പ്രവാചകൻ പഠിപ്പിച്ചപ്പോൾ സന്ദർഭത്തിനനുസരിച്ച് ഇക്കോ ഫ്രണ്ട്ലി എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ, സന്ദർഭത്തിനനുസരിച്ചും സാഹചര്യത്തിനനുസരിച്ചും ചുറ്റുപാടിനനുസരിച്ചും അതോടൊപ്പം ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ വളർത്തിയെടുക്കുകയാണ്. എത്രയെത്ര കഥകൾ പ്രവാചകൻ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു.
കുറേ ആളുകൾ കപ്പലിൽ കൂടി യാത്ര പോകുന്ന കഥ എന്തിനാണ്? അംറു ബിൽ മഅറൂഫ് നഹിയുൻ അനിൽ മുൻകറിൻ്റെ ചരിത്രം പഠിപ്പിച്ചു കൊടുക്കാനും അല്ലേ? ഇന്നമാ ബഅസനില്ലാഹു മിനൽ ഹുദാ വൽ ഇൽം എന്ന് പറഞ്ഞ് നബി പഠിപ്പിച്ച കഥകളിൽ കൂടിയുള്ള സന്ദർഭങ്ങൾ. അതുപോലെ തന്നെ ഒരു മനുഷ്യൻ വന്ന് നബിയോട് പറയുകയാണ്, എൻ്റെ ഭാര്യ ഒരു കറുത്ത കുട്ടിയാണ് പെറ്റത്, ഞാനും ഞങ്ങളൊക്കെ വെളുത്ത ആൾക്കാരാണ്, ഒരു കറുത്ത കുട്ടീനെ പെറ്റകണം, എനിക്കൊരു സംശയമുണ്ട്, ഇത് എൻ്റെ കുട്ടി തന്നെയാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിക്കോട്ടെ, നമുക്ക് ആലോചിക്കാം, അല്ലാതെ വേറെ ആളെ നിരാശപ്പെടുത്തൊന്നുമല്ല, എനിക്കും അങ്ങനെ ഒരു സംശയം ഉണ്ടല്ലേ. ഒട്ടകം ഉണ്ടോ എനിക്ക്? ഒട്ടകങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ. അങ്ങനത്തെ ഒട്ടകങ്ങളൊക്കെ ചുവന്ന ഒട്ടകങ്ങളാണ്. ഒക്കെ ചുവന്നതല്ല, ചിലതൊക്കെ ഒരു കറുപ്പുണ്ട്, ഔറക്കാണ്, ഇരുണ്ട നിറണ്ട. എങ്ങനെ ഉണ്ടായി? എല്ലാം ചുവന്ന ഒട്ടകങ്ങളിൽ പിന്നെ എങ്ങനെ ഒരു ഇരുണ്ട ഒട്ടകം ഉണ്ടായി? അതതിൻ്റെ ഒരു ജീൻ എന്ന് പറയുന്ന അറക്ക്, നമ്മൾ പറയുന്ന ജീൻ. അത് പണ്ടേതെങ്കിലും അതിൻ്റെ ഒരു വല്യാപ്പ ഒട്ടകം കറുത്തുണ്ടാവും, അതിൻ്റെ ജീനാണ്. എന്നാ എൻ്റെ കുട്ടി അൻ്റെ അങ്ങനെ തന്നെ ആവില്ലേ? ഇജിപ്പം എൻ്റെ ഭാര്യനെ സംശയിക്കണോ ഒരു കറുത്ത കുട്ടീനെ പ്രസവിച്ചുകൊണ്ട്? അങ്ങനെ ആവാം. ഏതെങ്കിലും നിൻ്റെ പിതാമഹന്മാരിലോ അവളുടെ പിതാമഹന്മാരിലോ ഒരു കറുത്ത ആളുണ്ടാകും. എത്രമാത്രം ആ അനുഭവങ്ങളിൽ കൂടി എത്ര ഭംഗിയായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഒരു സംഭവത്തെ വിവരിക്കുന്നതെന്ന് പറയാം. ആ ഒരു ഒട്ടകത്തിൽ കൂടി, കഥകളിൽ കൂടി, അങ്ങനെയൊക്കെ തന്നെയുള്ള ഞാനും എൻ്റെ വിശ്വാസികളെ നിങ്ങളും ഞാനും തമ്മിൽ ഒരു വിളക്ക് കത്തിച്ചു, ഈയാമ്പാറ്റകൾ വരുന്നു. നബി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്, പാറ്റകൾ വരുന്നു, എന്നിട്ട് ആ വിളക്കിൻ്റെ അടുത്ത് വന്നിട്ട് അതാണ്ട് കരിഞ്ഞ് ചത്ത് വീഴുന്നു. അതുപോലെയാണ് ഞാനുങ്ങളെന്ന് പറയുമ്പോൾ സഹാബിമാരിങ്ങനെ മുകളിലേക്ക് വാപ്പിളച്ച് നോക്കുകയാണ്, എന്ത് കഥയാണിപ്പോൾ, എന്തായി കൂടി പറയുന്നത്? നബി പറഞ്ഞു, ഞങ്ങളെ നരകത്തുനിന്ന് തട്ടുകയാണ്, നരകം വിടണ്ട്, നിങ്ങൾ എന്നിട്ട് നരകത്തേക്ക് വന്ന് ചാടി വീഴുകയാണ്, എന്താണ് കഥ? ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സന്ദർഭങ്ങൾ നബിയുടെ ജീവിതത്തിൽ. വ്യഭിചരിക്കണം എന്നൊരു ചെറുപ്പക്കാരൻ നബിയോട് വന്ന് ചോദിക്കുന്നു. ഇസ്ലാമിലേക്ക് വന്നിട്ടുള്ളൂ, അതിൻ്റെ ബുദ്ധിമുട്ടുകളും തെറ്റുമൊന്നും പഠിച്ചു തുടങ്ങിയിട്ടില്ല. ആദ്യകാല ഹദീസ് വാഹിദും ബിൽ ഇസ്ലാമാണ്. നബി, എനിക്ക് വ്യഭിചരിക്കണം. നബി പറഞ്ഞപ്പോൾ നമുക്ക് ശരിയാക്കാം, എന്തെങ്കിലുമൊക്കെ ഒരു മാർഗം ഉണ്ടാക്കാം ആണ്. നബി അവിടെ അദ്ദേഹത്തെ കയർക്കല്ല, കഷ്ടപ്പെടുത്തല്ല. കാരണം കുട്ടികൾക്ക് തെറ്റുപറ്റും, കുട്ടികളിൽ ഒരുപാട് അപാകതകൾ വരും. ആയിക്കോട്ടെ, വാ ഇരിക്കാം. ഉമ്മ ഉണ്ടോ? അമ്മ ഉണ്ട്. പിന്നെ ആരൊക്കെ വീട്ടിൽ ഒക്കെ ഉണ്ട്? ഉമ്മ ഉണ്ട്, പെങ്ങളുണ്ട്, താത്തണ്ട്, ഏട്ടത്തിൻ്റെ അമ്മായി ഉണ്ട്, അമ്മയുണ്ട്. ശരി, എന്നാലും ആയിക്കോട്ടെ, എന്നാലും ഉമ്മയും പെണ്ണന്നല്ലേ നോക്കാം. ഉമ്മ ആയാലോ? അത് വേണ്ട. പെങ്ങളായാലോ? അത് വേണ്ട. ഓരോരുത്തരും ഇങ്ങനെ കുടുംബത്തിലൊന്നും വേണ്ട. പിന്നെന്താ വെച്ച് ഇനി വ്യഭിചരിക്കണം വിചാരിക്കുന്ന ഒരു പെണ്ണ് ആരെങ്കിലും ഉമ്മാവില്ലേ, അല്ലെങ്കിൽ പെങ്ങളാവില്ലേ? അത് ശരിയാണ്, ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല, എന്നാ പോയിക്കോ. പിന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വിശുദ്ധിക്ക് വിഘാതമായിട്ടുള്ള ഒന്നും ഉണ്ടായിട്ടില്ലെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിപ്പിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള സഹോദരന്മാരെ ഒരുപാട് വരച്ചുകൊണ്ട്, എനിക്കഞ്ഞ് വരും ഇൻഷാ അല്ലാഹ്, മണലിൽ ചിത്രം വരച്ചുകൊണ്ട് നബി പഠിപ്പിക്കുന്നു, ഇത് നിങ്ങളാണ്, ചുറ്റുഭാഗത്തുമുള്ള വരകൾ നിങ്ങളുടെ ആയുസ്സാണ്, അങ്ങേപ്പുറത്തുനിന്നും ഇങ്ങേപ്പുറത്തുനിന്നും നിങ്ങളുടെ അവധി, മരണം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ശ്രദ്ധിക്കണം. സിറാത്തുൽ മുസ്തഖീം വരച്ചുകൊണ്ട് നബി പഠിപ്പിക്കുന്നു, ഇതാണ് സിറാത്തുൽ മുസ്തഖീം. ഇവിടെ നമ്മളിരിക്കുന്നു, ഈ വരയുടെ അങ്ങേയറ്റം സ്വർഗമാണ്, ഇതിൻ്റെ പുറത്തൊക്കെ ഒരുപാട് മാർഗങ്ങളുണ്ട് സഹോദരങ്ങളെ. ഇങ്ങനെയൊക്കെ പഠിപ്പിച്ച് വളർത്തിയ ഒരു പ്രവാചകൻ, ഒരു വലിയ ഒരു ഗംഭീരമായ അധ്യാപകനായിരുന്നു അദ്ദേഹം. പക്ഷേ ആ ഭാവങ്ങളല്ല, കുട്ടികളുടെ മനസ്സറിഞ്ഞ് സന്ദർഭമറിഞ്ഞ് മെല്ലെ മെല്ലെ പഠിപ്പിക്കുകയും അക്ഷരത്തിൻ്റെ പുറമെ മാതൃകയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് ജീവിക്കുകയും ചെയ്തു. നിങ്ങൾക്കൊക്കെ അറിയുന്നതാണെങ്കിലും ഞാനൊരു 2 വരി നിങ്ങളെ കേൾപ്പിക്കാം. ഇതാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ റവായു ഷാഫി എന്നതിലും അബുൽ അസ്വദ് ദൂലിയാണ് പറഞ്ഞതൊക്കെ ചരിത്രത്തിൽ കാണാം. എന്താണത്? യാ അയ്യുഹർ റജുലുൽ മുഅല്ലിമു ഗൈറഹു ഹല്ലാലി നഫ്സിക കാനദത് തഅലീമു. ആര് പറഞ്ഞാലും വല്ലാത്തൊരു സന്ദേശം. മറ്റുള്ളവരെ ദീന് പഠിപ്പിക്കുന്നവരെ, മറ്റുള്ളവരെ പഠിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചവരെ, ഹല്ലാലി നഫ്സിക കാനദത് തഅലീമു, ഈ പഠിപ്പിക്കുന്ന കാര്യം നിങ്ങൾക്കുണ്ടായിക്കൂടെ? നിങ്ങൾക്ക് കൂടി വേണ്ടേ? മാലോകരെ പഠിപ്പിക്കും വന്യ ഗുരു, സ്വന്തത്തെ ആദ്യം പഠിപ്പിച്ചുകൂടെ എന്ന ആ ഒരു സന്ദേശം എത്രമാത്രം പ്രധാനമാണ്. അതാണ് നമുക്കിന്ന് നഷ്ടപ്പെട്ടത്. ഗുരുനാഥന്മാരുണ്ട്, ഡിഗ്രി ഉള്ളവരുണ്ട്, വലിയ ക്വാളിഫിക്കേഷൻ ഉള്ളവരുണ്ട്, പക്ഷേ കുട്ടികൾക്ക് മാതൃകയില്ല. അതാണ് പ്രവാചകൻ, മാതൃകയായിരുന്നു, കുട്ടികൾക്ക് മാതൃകയായിരുന്നു ആ പ്രവാചകൻ. തസിഫുദ്ദവാ ലിദിസ്സഖാമി വദില്ലന കൈമ യസിഹ ബിഹി വ അൻത സഖീമു. നീയോ അവശരായ രോഗികൾക്ക്
ഔഷധം നൽകുന്നവനാണ് നീ. ഗുരു, നീയാണ് അവശരോഗികൾക്ക് ഔഷധം നൽകുന്നവൻ നീ. എന്നാലോ തിന്മയാൽ അവശനായ മഹാരോഗിയും നീ തന്നെയാണ്. ക്ലാസ് റൂമിലിരുന്ന് മൊബൈൽ ഇങ്ങനെ മാന്തിയെടുത്ത് സമയം കളയുന്ന ആ അവശന്മാരായി നമ്മൾ നടന്നാൽ കുട്ടികൾക്ക് വെള്ളം കുടിക്കാനും വീട്ടിൽ ചെന്നാൽ മൊബൈൽ വേണ്ടി വരും. ഞാൻ പറയുന്നത് ഒരു മൊബൈൽ മാത്രമല്ല, ഒരുപാട് തിന്മകൾ നമ്മളുടെ ജീവിതത്തിൽ നിന്ന് തിന്മ ഒഴിവാക്കിയാൽ, നമ്മൾ ഒരു പിരീഡും പഠിപ്പിച്ചിട്ടില്ലെങ്കിലും നമ്മളെ കണ്ട് കുട്ടികൾ മാറും. അതാണ് പ്രവാചകൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മാർഗം. ഇബ്ദ ബിനഫ്സിക ഫൻഹഹാ അൻ ഗയ്യിഹാ ഫഇദൻ തഹത് അൻഹു ഫഅൻത ഹകീമു. നീ സ്വയം നന്നാവൂ നീ സ്വയം തിന്മകൾ അകറ്റിയും മാതൃകയാകുമ്പോൾ മാത്രമാണ് നീ ജ്ഞാനിയാവുക. നമ്മൾ വലിയ ക്വാളിഫിക്കേഷനുള്ള ഘോരഘോരം പഠിപ്പിക്കുന്ന അധ്യാപകനല്ല. ജനങ്ങളുടെ കുട്ടിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ കയറിയിരുന്ന് അവന് സ്നേഹവും വിശ്വാസ്യതയും സമ്പാദിച്ച് അവന് മാതൃകയായി ജീവിക്കണമെന്നാണ്. ഫഹുനാക തുഅ്ദറു ഇൻ വഅൽത വയുഖ്തദ ബിൽ ഖൗലി മിൻക വയഹ്സുലു തസ്ലീമു. അപ്പോൾ മാത്രമാണ് ശ്രവിക്കപ്പെടും, അപ്പോൾ നിൻ മൊഴികളെല്ലാം സാർത്ഥമാകും, അപ്പോൾ നിൻ സേവനങ്ങളൊക്കെയും. ലാ തൻഹ അൻ ഖുലുഖിൻ വതഅതിയ മിസ്ലഹു ആറുൻ അലൈക ഇദാ ഫഅൽത അളീമു. ഒരിക്കലും അരുതെന്ന് പറഞ്ഞതൊന്നും നീ ചെയ്യാതിരിക്കണം. മ്ലേച്ഛമാണ് അരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ നീ ചെയ്യുമ്പോൾ. അങ്ങനെ ജനങ്ങളോട്, കുട്ടികളോട് പറയുന്നത്, അരുതെന്ന് പറയുന്നത് ചെയ്യാതിരിക്കുകയും വേണമെന്ന് പറയുന്നത് ചെയ്യുകയും ചെയ്യുന്ന വേഷത്തിലും രൂപത്തിലും ഭാവത്തിലും പ്രവാചകൻ്റെ കസേലയിലിരിക്കുന്നവനാണ് ഞാനെന്ന ബോധത്തോടുകൂടി കുട്ടികളുടെ മനസ്സറിഞ്ഞ് പഠിപ്പിച്ചാൽ തീർച്ചയായും നല്ലൊരു തലമുറയെ ഉണ്ടാക്കിയെടുക്കാം. അതല്ലെങ്കിലോ ഒരുപാട് അമലിയാത്തും ദീനിയാത്തും പഠിച്ച് ജീവിതത്തിൽ ഒരു ഫലവും ചെയ്യാത്ത ചട്ടക്കടലാസ് എന്ന സർട്ടിഫിക്കറ്റിൻ്റെ ആ മഹത്വത്തിൽ മാത്രം ജീവിക്കുന്ന ആളുകളായി മദ്രസയിൽ പഠിക്കുന്ന തലമുറ മാറും. ഭയപ്പെടണം. അവർ നമുക്കെതിരിൽ റബ്ബി ആത്തിഹിം ലൈഫൈനി മിനൽ അദാബ്, അല്ലാഹുവേ ഇരട്ടി ശിക്ഷ ഇവർക്കാണ് നീ കൊടുക്കേണ്ടത്, ഇവർ ഞങ്ങളെ വേണ്ട വിധം പഠിപ്പിച്ചില്ലെന്ന് അള്ളാഹുവിനോട് സാക്ഷി പറയാതിരിക്കാൻ നാം ശ്രദ്ധിക്കുക. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഈ മഹത്തായ പഠന ക്യാമ്പ് അള്ളാഹുവിൻ്റെ നാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം തുടങ്ങി വെക്കുന്നു. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.